നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും കൽക്കരിയും ഒരിക്കലും തീരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ഇവയൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളാണ്, അതായത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതുകൊണ്ടുതന്നെ വിഭവങ്ങളുടെ ഉപയോഗത്തിൽ നമുക്ക് വലിയ ശ്രദ്ധ വേണം. ഇവിടെയാണ് സുസ്ഥിര വികസനം എന്ന ആശയത്തിന്റെ പ്രസക്തി. ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വർത്തമാനകാലത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് സുസ്ഥിര വികസനം. 1987 ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. നമ്മുടെ പൊതുവായ ഭാവി, അതായത് അവർ കോമൺ ഫ്യൂച്ചർ എന്നായിരുന്നു ആ റിപ്പോർട്ടിന്റെ പേര്. പരിസ്ഥിതിയെ നശിപ്പിക്കാതെ എങ്ങനെ വികസനം കൊണ്ടുവരാമെന്ന് ഇത് ചർച്ച ചെയ്തു. ഇതിന്റെ തുടർച്ചയായി 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ഭൗമ ഉച്ചകോടി നടന്നു. അവിടെ വെച്ചാണ് അജണ്ട 21 എന്ന സുപ്രധാന രേഖ അംഗീകരിച്ചത്. 21ാം നൂറ്റാണ്ടിലെ വികസനം എങ്ങനെയായിരിക്കണമെന്നതിന്റെ മാർഗരേഖയായിരുന്നു അത്. വിഭവങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന പ്രധാന കാര്യമാണ് 3R തത്വം: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നിവയാണവ. ഉദാഹരണത്തിന്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമുക്ക് പരമാവധി കുറയ്ക്കാം, അതായത് റെഡ്യൂസ്. ഉപയോഗിച്ച് കുപ്പികൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി പുനരുപയോഗിക്കാം, അതായത് റീയൂസ്. പഴയ പേപ്പറുകളും ലോഹങ്ങളും ഉരുക്കി പുതിയതാക്കി മാറ്റാം, അതായത് റീസൈക്കിൾ. ഊർജ്ജ സംരക്ഷണവും ഇതിന്റെ ഭാഗം തന്നെയാണ്. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ നമ്മൾ കൂടുതലായി ഉപയോഗിക്കണം. ഇവ മലിനീകരണമുണ്ടാക്കുന്നില്ല എന്നു മാത്രമല്ല, ഒരിക്കലും തീർന്നു പോവുകയുമില്ല. മഴവെള്ളം ശേഖരിക്കുന്നതും സുസ്ഥിര വികസനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വീടുകളിൽ സോളാർ പാനലുകൾ വെക്കുന്നത് ഒരു നല്ല മാതൃകയാണ്. കാടുകൾ വെട്ടി നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നത് കാലാവസ്ഥാ മാറ്റത്തെ തടയും. ജൈവ കൃഷിരീതികൾ പിന്തുടരുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തും. നമ്മൾ ഇന്ന് കരുതുന്ന ഓരോ തുള്ളി വെള്ളവും നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. വികസനം അത്യാവശ്യമാണ്, പക്ഷെ അത് ഭൂമിയുടെ ശവപ്പറമ്പിലാകരുത്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ വികസനം. ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടും റിയോ ഉച്ചകോടിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 3R തത്വങ്ങൾ ഉദാഹരണസഹിതം പഠിക്കാൻ മറക്കരുത്.